മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ബാബുതയും കൃഷ്ണമോളും അലീനയും എല്ലാം കൂടെ അടുക്കളയിൽ കയറി ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈജ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞ അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ? ഇതൊന്നും കമലേട്ടത്തിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ആഹാരം കഴിച്ചില്ലേ പറ്റത്തുള്ളൂ അമ്മേ, അതുകൊണ്ട് ഞങ്ങൾ കയറി അങ്ങ് എല്ലാം വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം വൈജ പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകും, കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, ഇങ്ങനെ നിന്ന് സമയം കളയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ സ്കൂളും കോളേജൊക്കെ അടച്ചിടാൻ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി അമ്മ വന്നിട്ട് അങ്ങോട്ട് ചെല്ലത്തോളെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ എന്നെയും കൊണ്ടേ പോത്തോളെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണോ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, വാശിയായിരുന്നോ അല്ല, അമ്മ ഞങ്ങളൂടെ വരണം, അതൊരു റിക്വസ്റ്റാണെന്ന് പറയാണ്. ഞാൻ വന്നിട്ട് നിങ്ങൾ പോയിരുന്നാൽ മതിയെന്ന് വൈജ പറയുന്നുണ്ട്. പക്ഷേ ബബിത പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം, ഞങ്ങൾ റെഡിയാണെന്ന് പറയാണ്. അപ്പോൾ വൈജ അവസാനം ദേഷ്യം വന്ന് അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അലീനെ നോക്കി ഒന്ന് കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിച്ചിട്ടാണ് പോകുന്നത്. അലീന ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പം അലീന പോയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയണമായിരുന്നു ബബിതയെന്ന് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയടുത്ത് ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞ് നിന്നാലേ ശരിയാകത്തുള്ളൂ, നമ്മൾ അമ്മയും കൊണ്ടേ പോത്തോളൂ എന്ന് അമ്മയ്ക്ക് തോന്നിയാൽ മാത്രമേ അമ്മ നമ്മളോട് വരാൻ ഉള്ള ഒരു മനസ്സ് മാറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, അങ്ങനെയൊന്നും മാഡത്തിൻ്റെ മനസ്സ് മാറത്തില്ല, മാഡം വിചാരിച്ച കാര്യം സാധിച്ചെടുത്തിട്ടേ മാഡം അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയാണ്, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം, നമ്മളിവിടുന്ന് പോകത്തില്ല, അതുകൊണ്ട് ആൻറ്റിക്ക് അങ്കിളിന് അതൊരു ബുദ്ധിമുട്ടാവും, പിന്നെ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒന്ന് തോന്നിയാലേ അമ്മ നമ്മളോട് വരാൻ എന്തെങ്കിലും മനസ്സിലൊരു മാറ്റം ഉണ്ടാകത്തുമെന്ന് ബബിത പറയുകയാണ്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ അലീന ചേച്ചി പറഞ്ഞത് തന്നെയാണ് ഞാനും പറയുന്നത്, അമ്മ അങ്ങനെ ഒന്നും മാറുമെന്ന് തോന്നില്ല, പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറയാണ്. അങ്ങനെ വീണ്ടും അവരെല്ലാം തന്നെ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അലീനയ്ക്ക് രേവതിക്കുട്ടിയുടെ ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പം ആരാന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. അതെ, രേവതിക്കുട്ടിയെ, ഞാൻ സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പം രേവതിക്കുട്ടിയെ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാനിപ്പം വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്, ഞങ്ങളാണെങ്കിൽ ആ ഷെറിൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണെന്ന്. ആരൊക്കെയാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞാനും അങ്കിളും ആൻറ്റിയും പിന്നെ ആ ടോണിച്ചായനും ഉണ്ടെന്ന് പറയാണ്. അപ്പം ടോണിച്ചായന് ഷെറിനോട് ഭയങ്കര ദേഷ്യമല്ലായിരുന്നെന്ന് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്. അതൊക്കെ ആയിരുന്നു, ദേഷ്യത്തിനൊന്നും മാറ്റമില്ല, എന്നാലും ടോണിച്ചായൻ വരാമെന്ന് പറഞ്ഞ്. ഇപ്പം ടോണിയുടെ അങ്കിളിനോടും ആൻറ്റിയോടുള്ള ദേഷ്യമൊക്കെ മാറിയെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ മാറി, ഇവിടെ വന്ന് ക്ഷമയൊക്കെ ചോദിച്ച് ഇപ്പം ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് സഹായവും ചെയ്യാമെന്നാണ് ടോണിച്ചായൻ പറഞ്ഞ്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങളവിടെ ചെല്ലുമ്പം അവർ നിങ്ങളെ കാണാൻ, ഷെറിനെ കാണാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അതൊന്നും അറിയത്തില്ല, എന്തായാലും ടോണിച്ചായൻ പറഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന്. ടോണിച്ചാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ടോണിച്ചായൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു എന്ന് രേവതിക്കുട്ടി അലീനടുത്ത് പറയുകയാണ്. അപ്പം എന്നെങ്കിൽ നിങ്ങൾ പോയിട്ട് വാ, പോയിട്ട് വന്നിട്ട് വിശേഷമൊക്കെ വിളിക്കണേന്ന് അലീന പറയുന്നുണ്ട്. അവിടെ എന്താ ചേച്ചി വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. ഇവിടെയൊക്കെ വലിയ വിശേഷമോ, അതൊക്കെ ഞാൻ ഒത്തിരി പറയാനുണ്ട്, ഞങ്ങളിപ്പം കൊല്ലപ്പള്ളിയിൽ നിങ്ങൾ എന്തിനു വന്നെന്ന് രേവതി ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, അതൊത്തിരി പറയാനുണ്ട് മോളെ, നീ എന്തായാലും പോയിട്ട് വാ, പോയിട്ട് വന്നിട്ട് ഇതൊക്കെ പറയാം എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, എന്നെങ്കിൽ ഞാൻ പോയിട്ട് വന്നിട്ട് ചേച്ചിയെ വിളിക്കാം എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഷെറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പം മാമച്ചായനും ഗ്രേസിയമ്മയും ഒരുങ്ങിയിരിക്കുകയാണ്. മാമച്ചാനും ഗ്രേസിയമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. മാമച്ചായൻ വന്ന് ടോണിയുടെ അടുത്ത് പറയുന്നുണ്ട്, ടോണി ഈ യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ടോണി പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പോയി അന്വേഷിച്ച് നോക്കാം, എന്തെങ്കിലും ആ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ഷെറിനെ അറിയാതിരിക്കത്തില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മാമച്ചായൻ പറയാണ്, ഇതിനു മുമ്പ് ഒരു ദിവസം ഞങ്ങൾ അവിടെ പോയതാണ്, അവിടെ ചെന്ന് വളരെ മുഷിഞ്ഞ് സംസാരിച്ച് നാണം കെട്ട് പോരുന്നതാണ്, വീണ്ടും അങ്ങോട്ടത്തേക്ക് ഒരു യാത്ര വേണോ എന്ന് ടോണി എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോണി പറയുന്നുണ്ട്, വേണം, ഇപ്പം ഞാനുണ്ടല്ലോ കൂടെ, എന്തായാലും നമുക്ക് പോയിട്ട് വരാം അങ്കിളെ എന്ന് പറയാണ്. അപ്പം മാമച്ചാൻ പറയുന്നുണ്ട്, ടോണി പറഞ്ഞതല്ലേ, എന്തായാലും നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് ഗ്രേസിയമ്മ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ ഷെറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം ഷെറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. അപ്പം ടോണി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയിട്ട് വരാം, നിങ്ങളാരും കാറിൽ നിന്ന് ഇറങ്ങണ്ട, അതാണ് നല്ലത്, നിങ്ങളെ കാണുമ്പം അവർക്ക് എന്തിനാ നിങ്ങൾ വന്നേന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും, ഞാനാകുമ്പം കുഴപ്പമില്ല, ഇന്നലെ ഞാൻ ഷെറിനെ വിളിച്ചായിരുന്നു, അപ്പം ഞാനങ്ങോട്ട് ചെന്ന് ഷെറിനെ കണ്ട് സംസാരിച്ചിട്ട് വരാം, എന്തായിരിക്കും അവരുടെ പ്രതികരണമൊന്നും അറിയത്തില്ല എന്ന് ടോണി പറയുന്നുണ്ട്. ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഷെറിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത്, അതിൻ്റെ ഒരു ദേഷ്യം എന്തായാലും അവർക്ക് എന്നോട് കാണാമെന്ന് ഇരിക്കത്തില്ല എന്ന് പറയാണ്. എന്തായാലും ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ കാറിൽ തന്നെ ഇരിക്കാൻ പറയാണ്. അങ്ങനെ ടോണി ഇറങ്ങി ചെന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വന്ന് തുറക്കുന്നത് ആൻസിയാണ്.
കൂടെ റോബിച്ചാനും ഉണ്ട്. അപ്പം പെട്ടെന്നാണെങ്കിൽ ടോണിയെ കാണുമ്പോൾ റോബിച്ചാന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആഹാ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇന്നലെയും എൻ്റെ പെങ്ങളെ ഫോൺ ചെയ്തെന്നൊക്കെ ആൻസി പറഞ്ഞായിരുന്നു. ഇപ്പം എന്താ ഷെറിനോടൊരു സ്നേഹം? ഒരു വർഷത്തിന് മുമ്പ് അവളെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് നീ പോയതല്ലേ? അന്ന് നിൻ്റെ വായി തോന്നുന്നതെല്ലാം ഞങ്ങളെയും പറഞ്ഞിട്ട് പോയി. ഇപ്പം എന്താ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളോടൊരു സ്നേഹമെന്ന് ചോദിക്കുകയാണ് റോബിച്ചാൻ ടോണിയെടുത്ത്. അപ്പം ടോണി പറയാണ്, എനിക്ക് ഷെറിനെ ഒന്ന് കാണണം, ഷെറിനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. അപ്പം ഇത് കേൾക്കുമ്പോൾ റോബിച്ചൻ ചോദിക്കുകയാണ്, അതാ ചോദിച്ചത്, ഇത്രയും നാളില്ലാത്തൊരു സ്നേഹം നിനക്ക് എന്തിനാ അവളോട് ഇപ്പോൾ ഒരു സ്നേഹമെന്ന് ചോദിക്കുകയാണ്. അപ്പം ആൻസി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ അവളെ വിളിച്ചതിന് ശേഷം അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. ആഹാരം കഴിക്കാനും മരുന്ന് കഴിക്കാനും ഒരു മടിയില്ലാതെ എല്ലാം ചെയ്ത് അത്രയ്ക്ക് അവൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കിട്ട് എനിക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ടോണി ഇങ്ങനെ ആൻസിയെ നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അവളെ വന്ന് കാണാൻ വന്നത് എന്തിനാണെന്ന് റോബിച്ചൻ വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പം എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണെന്ന് പറയാണ്. അപ്പം ആൻസി പറയുന്നുണ്ട്, റോബിച്ച എന്തായാലും അയാൾ വന്നതല്ലേ, നമ്മുടെ ഷെറിനെ ഒന്ന് കാണട്ടെ, അവൾക്ക് ഒരു ആശ്വാസമാവുമെന്ന് പറയാണ്. അങ്ങനെ നേരെയാണെങ്കിൽ ആൻസി ആണെങ്കിൽ ഷെറിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഷെറിൻ്റെ മുറിയിലേക്ക് ചെന്ന് ഡോറി തട്ടുന്നുണ്ട്. ഡോറി തട്ടുമ്പോഴത്തേക്ക് ഷെറിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ടോണി വിളിച്ചതിന് ശേഷം പിന്നെ ടോണി വിളിച്ചില്ല, ഫോൺ കൊടുത്തില്ല. അതിൻ്റെയൊക്കെ ആകെപ്പാടെ ഒരു വയലൻ്റായ മൂഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരോടും ഒരു ദേഷ്യമാണ്. അപ്പം ഷെറിൻ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കുകയാണ്. അപ്പം ഏയ് ഒന്നുമില്ല എന്ന് ആൻസി പറയുന്നുണ്ട്. എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ആരും വരണ്ട എന്നും പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇന്നലെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ടോണിച്ചാൻ വിളിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ആരും എനിക്ക് ഫോൺ കൊണ്ടുവന്ന് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിണങ്ങി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം വീണ്ടും ആൻസി നോക്കുമ്പോഴത്തേക്ക് അവിടെ ടോണി നിൽക്കുന്നത്. ടോണിയെ കാണുമ്പോഴത്തേക്ക് ഷെറിന് ഭയങ്കര സന്തോഷമാവുകയാണ്. ടോണി ചായ എന്നും പറഞ്ഞിട്ട് ഓടി വന്ന് ടോണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് ടോണി അങ്ങ് വല്ലാതാവുന്നുണ്ട്. ടോണിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്നേഹം ഇപ്പോഴും ഷെറിനോടുണ്ട്. പക്ഷേ ഷെറിനും ഷെറിൻ്റെ വീട്ടുകാരും കാണിച്ചത് തന്നോട് വലിയ ക്രൂരത ആണെന്ന് ടോണിക്കറിയാം. അപ്പം ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ ടോണിച്ചായ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയത്? എത്ര നാളായി ടോണിച്ചനെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷെറിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇന്നലെയും വിളിച്ചതിന് ശേഷം പിന്നെ വിളിച്ചില്ലല്ലോ, എന്നെ എന്താ ഉപേക്ഷിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുകയാണ്. ഈ സമയത്ത് ആൻസി ഇത് കണ്ടിട്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഇനി എന്നെ വിട്ട് പോകല്ലേ എന്നും പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പം ടോണിയാണെങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഷെറിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത്രയും നാൾ എന്താ ടോണിച്ചാൻ വരാഞ്ഞെന്നൊക്കെ ഷെറിൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പുറത്ത് കാറിലാണെങ്കിൽ ഭയങ്കര ടെൻഷനോടെ ഇരിക്കുകയാണ് മാമച്ചായനും ഗ്രേസിയമ്മയും രേവതിക്കുട്ടി. കാരണം അകത്തേക്ക് പോയ ടോണിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റത്തില്ല, ഫോൺ വിളിക്കാനും പറ്റത്തില്ല. അങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ജീപ്പ് കൊണ്ട് നിർത്തുന്നത്. അപ്പം ജീപ്പ് കൊണ്ടുവന്ന് ഇവർ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു പ്രായമായ ഒരാൾ ഇറങ്ങുന്നുണ്ട്. അപ്പം അയാളെ നോക്കിയിട്ട് മാമച്ചാൻ പറയാണ്, അയാളെ കണ്ടോ, അയാളാണ് ഷെറിൻ്റെ അപ്പൻ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രേസിയമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. അയാളിങ്ങനെ വലിയൊരു പ്രതാപിയുടെ കൂട്ട്, പ്രായമായെങ്കിലും ഭയങ്കര പ്രതാപമുള്ള ഒരാളുടെ കൂട്ട് ജീപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം ഗ്രേസിയമ്മ ഇങ്ങനെ ടെൻഷനോടെ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, പോയ ടോണിച്ചായനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ അങ്കിളെ എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ടോണി പോയിരിക്കുകയല്ലേ, വരട്ടെ എന്ന് പറയുകയാണ്. ഈ സമയത്ത് കൊല്ലപ്പള്ളിയിലാണെങ്കിൽ എല്ലാവരും കിച്ചണിലൊക്കെ കയറി ഓരോ ജോലികളൊക്കെ ചെയ്ത് ഉച്ചത്തേക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ കമല ആകപ്പാടെ ദേഷ്യത്തിലാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്ഥിര താമസമാക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് കമല. അങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് കമല ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മനുവും രോഹിത്തും കൂടെ സംസാരിക്കുകയാണ്. മനു പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൻറ്റി ഇവിടുന്ന് കൊണ്ടുവന്ന അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം രോഹിത്ത് പറയുന്നുണ്ട്, അത് എനിക്കും അറിയാം, ആൻറ്റിയുടെ ആവശ്യം സാധിക്കണം, അലീന ആ വീട്ടിൽ നിന്ന് പോകണം, എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം രോഹിത്ത് പറയുന്നുണ്ട്, അതിന് അച്ഛൻ സമ്മതിക്കത്തില്ല, അച്ഛനാണെങ്കിൽ ഒരു തരത്തിലും സമ്മതിക്കത്തില്ല അലീന ചേച്ചി അവിടെ നിന്ന് പോകാൻ. ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അലീന ചേച്ചി അവിടെ നിന്ന് പോകുന്നതെന്ന് രോഹിത്തും പറയുന്നുണ്ട്. അപ്പം മനു പറയാണ്, നിങ്ങളുടെ അമ്മ പക്ഷേ അതിന് സമ്മതിക്കത്തില്ലല്ലോ, അലീനയാണെങ്കിൽ പോകാനും റെഡിയായിട്ടിരിക്കുകയാണെന്ന് മനു പറയാണ്. അപ്പം മനുവിൻ്റെ അടുത്ത് രോഹിത്ത് പറയാണ്, അച്ഛൻ എങ്ങനെയാണ് അലീന ചേച്ചി ഉപേക്ഷിക്കുന്നത്, അച്ഛൻ്റെ മോളല്ലേ എന്ന് രോഹിത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പം എന്നിട്ട് രോഹിത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്ന് മാനേജർ അച്ഛൻ്റെ മുന്നിൽ വെച്ചാണെങ്കിൽ അലീന ചേച്ചി പറഞ്ഞതാണ് അലീന ചേച്ചിക്ക് അച്ഛനെയും അമ്മയും അറിയാമെന്ന്, ബാലചന്ദ്രൻ എൻ്റെ അച്ഛനല്ലെന്നും പറഞ്ഞ്. അപ്പോൾ ഇത്രയും നാൾ അലീന ചേച്ചി അച്ഛനൊക്കെ പറഞ്ഞത് കള്ളത്തരമാണ്, ഇതിൻ്റെ പുറകെ വേറെ എന്തൊക്കെയുണ്ട്, അത് കണ്ടുപിടിക്കണം എന്നിങ്ങനെ രോഹിത്ത് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അപ്പം നീ പറ എന്താണെന്ന് മനു ചോദിക്കുകയാണ്. ഒന്നുമില്ല മനുവേട്ടാ, പിന്നെ അമ്മയെ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, അത് നീ എത്ര ആലോചിച്ചാലും കിട്ടത്തില്ല എന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനാണെങ്കിൽ അലീന ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന് ഉറപ്പാവുന്നുണ്ട്. പക്ഷേ അലീനയുടെ പുറകിൽ എന്തൊക്കെയോ രഹസ്യം ഉണ്ടെന്നും രോഹിത്തിനറിയാം. അത് കണ്ടുപിടിക്കാനാണ് രോഹിത് ഇനി ശ്രമിക്കുന്നത്. അത് അച്ഛനും അറിയാമെന്ന് രോഹിത്തിനും മനസ്സിലാകുന്നുണ്ട്.